എന്തും ചെയ്യാനുള്ള പുറപ്പാടിലാണ് നിലവിൽ റഷ്യയുള്ളത്. കലിയടങ്ങാതെ സാക്ഷാൽ പുതിൻ ഉക്രൈനെ മുഴുവനും ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് പല നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാണെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് പുതിൻ ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ഇറങ്ങിത്തിരിക്കില്ലല്ലോ. എന്തായാലും ആ പേടി കൊണ്ടാണെന്ന് തോന്നുന്നു റഷ്യക്ക് വേണ്ടതെല്ലാം കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളെ ജീവനോടെ വിട്ടയച്ചാൽ മതി എന്ന നിലപാടിൽ എത്തി നിൽക്കുകയാണ് ഉക്രൈൻ. അതെ, പുതിന്റെ മുമ്പിൽ ഉക്രൈന്റെ പല ഭാഗങ്ങളും അടിയറവ് വയ്ക്കാൻ തയ്യാറായിക്കൊണ്ട് സെലൻസ്കി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പുതിന്റെ രഹസ്യ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ സെലൻസ്കിയുടെ ഈ അപ്രതീക്ഷിത കീഴടങ്ങലിനെ കുറിച്ചുമാണ്. ആദ്യം തന്നെ നമുക്ക് പുതിന്റെ ആ മഹാനീക്കം പരിശോധിക്കാം. ഒറ്റ ദിവസം മാത്രം 200ഓളം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തോടെ ഉക്രൈനിലെ വൈദ്യുതി നിലയങ്ങളിൽ ഭൂരിപക്ഷവും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയുമാണ്. ചുരുങ്ങിയത് 10 ലക്ഷത്തിലേറെ വീടുകളിലും IT കെട്ടിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയതോടെ ആകെ ഇരുട്ടിലായ അവസ്ഥയിലാണ് ഉക്രൈൻ എന്ന ആ രാജ്യമുള്ളത്. അതായത് അതിശൈത്യത്തിലേക്ക് കടക്കുന്ന ഉക്രൈനിൽ വൈദ്യുതോൽപാദന ശേഷി ഇല്ലാതാക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു. റഷ്യ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആരോപിച്ചിട്ടുമുണ്ട്. കീവ്, ഖൽകിർവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്ഫോടനമുണ്ടായിട്ടുണ്ട്. ഊർജ്ജ വിതരണം തടസ്സപ്പെടുത്താനായി കൂടുതൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും റഷ്യ ഇതിനായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ സംഭരിക്കുകയാണെന്നും ഉക്രൈൻ സൈന്യം ആരോപിച്ചു. UK നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് നൽകിയതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പറഞ്ഞിട്ടുമുണ്ട്. യുക്രൈനിലുടനീളമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി ഊർജ്ജമന്ത്രി ഹെർമൻ ഹലൂഷ്ചെൻകോ പറഞ്ഞിട്ടുണ്ട്. രൂക്ഷ സൈനിക നീക്കത്തെ തുടർന്ന് 10 ലക്ഷത്തോളം പേർ ഇരുട്ടിലായെന്നാണ് വിവരം. കീവിൽ മാത്രം ആക്രമണം 9 മണിക്കൂറിലേറെ നീണ്ടു. പലയിടങ്ങളിലും മിസൈൽ അവശിഷ്ടം വീണ് തീ പിടിച്ചു. എന്നാൽ ആളപായം ഉണ്ടായിട്ടുമില്ല. ഉക്രൈൻ തലസ്ഥാനമായ കീവ്, ഖർക്കീവ്, റിവ്നെ, ഖ്മെൽനിറ്റ്സ്കി, ലൂട്സ്ക് തുടങ്ങി ഉക്രൈന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച് ഗാലിബർ ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ റഷ്യ ഉപയോഗിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പല ബോംബുകളായി പൊട്ടിത്തെറിച്ച് ഒരു വലിയ പ്രദേശത്തെ തകർക്കാൻ ഇത്തരം ബോംബുകൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ഉക്രൈനെതിരെ റഷ്യൻ സൈന്യം പ്രതികാര ആക്രമണ പരമ്പരകൾ ആരംഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ടാർഗറ്റുകളിലേക്ക് റഷ്യൻ സൈന്യം മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ATACMS മിസൈലുകളുടെ സംഭരണശാലകളും വിദേശ പരിശീലകരും കൂലിപ്പടയാളികളും തമ്പടിച്ച പ്രദേശങ്ങളും തവിട് പൊടിയായിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിലെ ബ്രയാൻസ്ക്, കുർസ്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഉക്രൈൻ സൈന്യം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോകളും അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകളും തൊടുത്തുവിട്ടതിനുള്ള തിരിച്ചടി ഇനിയും തുടരുമെന്ന് തന്നെയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്. ഉക്രൈന്റെ വടക്കൻ സുമി മേഖലയിൽ റഷ്യൻ സൈന്യം നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ അമേരിക്കൻ നിർമ്മിത ATACMS മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള 5 മിസൈൽ ലോഞ്ചറുകളും റഷ്യൻ സൈന്യം നശിപ്പിച്ചിട്ടുണ്ട്. ഹാർക്കോവിലെ യുക്രൈനിയൻ GUR ക്രാക്കൻ യൂണിറ്റിന്റെ ആസ്ഥാനത്തേക്ക് നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയിൽ നിന്നും വന്ന സൈനിക സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ 40 പേരാണ് ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത്. ഒഡേസ നഗരത്തിലെ ഒരു ഉക്രൈൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണത്തിൽ കടൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും കുറഞ്ഞത് 9 ഫ്രഞ്ച് പരിശീലകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ 70ലധികം സൈനികരും കൊല്ലപ്പെട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നവംബർ 28-ന് നടന്ന ഉക്രൈനിയൻ പ്രതിരോധ വ്യവസായ സൗകര്യങ്ങളും അവയ്ക്ക് ഊർജ്ജം നൽകുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയ റഷ്യൻ ആക്രമണവും ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 17 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണമാണ് ഇപ്പോൾ ഉക്രൈനെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനു പുറമെ ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ ഉന്നത കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനവും റഷ്യ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ആർക്കും തടുക്കാൻ പറ്റാത്ത റഷ്യയുടെ ഏറ്റവും പുതിയ മിസൈലായ ഒറേഷ്നിക് കീവിലേക്ക് തൊടുക്കാനുള്ള അനുമതിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ഈ ഒറേഷ്നിക്കിന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് അത്രത്തോളം അപകടകാരിയായ ആക്രമണകാരിയായ ഒരു മിസൈലാണ് ഈ ഒറേഷ്നിക് എന്ന് പറയുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങളെയും ഉക്രൈൻ ഭരണസിരാ കേന്ദ്രവും
പൂർണ്ണമായും നശിപ്പിക്കുക തന്നെയാണ് പുതിൻ്റെ ലക്ഷ്യം. ഒറേഷ്നിക് മിസൈലിന്റെ പ്രഹരശേഷി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുതിൻ പുറത്തുവിട്ടിരുന്നു. ഈ മിസൈലിന്റെ വാർഹെഡ് 4000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തുന്നതാണ് എന്നതിനാൽ ഇത് അത്യന്തം വിനാശകരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഒറേഷ്നിക്കിനെ തടുക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനവും ഇന്ന് ലോകത്തില്ല. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഈ മിസൈല് പോളണ്ടിലെ അമേരിക്കൻ സൈനിക താവളത്തിലെത്തും. യൂറോപ്പിനെ മൊത്തത്തിൽ ചാമ്പലാക്കാനും ഈ ഒരൊറ്റ ആയുധം മതി. റഷ്യയിൽ നിന്നും 2100 കിലോമീറ്റർ അകലെയുള്ള കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഒറേഷ്നിക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 11 മിനിറ്റ് മാത്രമാണ്. അതുപോലെ തന്നെ 2500 കിലോമീറ്റർ അകലെയുള്ള ബഹ്റിനിലെ അമേരിക്കയുടെ 5ാം പടക്കപ്പലുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ വെറും 12 മിനിറ്റ് മതി. 2650 കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിലെ അമേരിക്കൻ താവളം തകർക്കാൻ വേണ്ടിയിട്ട് 13 മിനിറ്റും 4100 കിലോമീറ്റർ അകലെയുള്ള ജിബോട്ടിയിലെ സൈനിക താവളം തകർക്കാൻ വെറും 20 മിനിറ്റും മാത്രമാണ് ഈ റഷ്യൻ മിസൈലിന് വേണ്ടത്. ഈ യാഥാർത്ഥ്യം അമേരിക്കൻ സൈന്യത്തിന്റെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 3ാം ലോക മഹായുദ്ധം മുന്നിൽ കണ്ടുള്ള സ്ട്രാറ്റജിയാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അത് അറിയാതെ പെട്ടുപോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. യൂറോപ്പ് പോലും പുതിയൊരു സഖ്യം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം അവരെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് റഷ്യക്കെതിരെ പോരാടാൻ സാധിക്കില്ലെന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു സഖ്യത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ടും കാര്യമില്ല. കാരണം റഷ്യയുടെ കയ്യിലുള്ള മാരക ആയുധങ്ങളെ പറ്റി ലോകത്തിന് മുന്നിൽ ഇപ്പോഴും ഒരു മറയാണുള്ളത്. അത്രയേറെ അപകടകരമായ ആയുധങ്ങളാണ് റഷ്യയുടെ പക്കലുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കി കളയാമെന്ന് കരുതിയവരാണ് ഇപ്പോൾ ഇത്രയേറെ സമ്മർദ്ദത്തിൽ പെട്ടിരിക്കുന്നത്. റഷ്യൻ മിസൈലിനെ പേടിച്ചു കഴിയേണ്ട ഗതികേടിലാണ് ഈ രാജ്യങ്ങൾ ഒന്നടങ്കം ഇപ്പോഴുള്ളത്. ഒറേഷ്നിക്കിനെ പോലെ ലോകം ഇതുവരെ കാണാത്ത ഇനി എത്ര ആയുധങ്ങൾ റഷ്യയുടെ ആവനാഴിയിലുണ്ടെന്ന ചോദ്യമാണ് അമേരിക്കൻ ചേരിയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം ഒരു ആശ്വാസ വാർത്തയും എതിർചേരിക്കുണ്ട്. ആണവായുധം പ്രയോഗിക്കുന്നത് തൽക്കാലം പരിഗണിക്കുന്നില്ലെങ്കിലും യുക്രൈൻ ആണവായുധം നൽകാൻ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യം ശ്രമിച്ചാൽ അവർ അതേക്കുറിച്ച് ചിന്തിക്കും മുമ്പ് തന്നെ റഷ്യ അത് പ്രയോഗിച്ചിരിക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും റഷ്യ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ട്രംപ് വന്നാൽ ഈ കളിയൊക്കെ മാറുമെന്ന് സെലൻസ്കിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ ഒരു കീഴടങ്ങൽ സൂചനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ റഷ്യയുമായി 2 വർഷത്തിലധികമായി തുടരുന്ന യുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയപ്പാടിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എത്തി നിൽക്കുകയാണ്. പുതിനുമായി ട്രംപിന് മികച്ച ബന്ധമാണുള്ളതെന്നും ഇത് ട്രംപ് വൈറ്റ് ഹൗസിൽ എത്തുന്നതോടെ സ്ഥിതിഗതികൾ പുതിന് അനുകൂലമായി മാറുമെന്നും സെലൻസ്കിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയൊരു വ്യവസ്ഥയുമായി ഇപ്പോൾ അദ്ദേഹം രംഗത്ത് എത്തിയിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈനെയും ചേർത്താൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നാണ് സെലൻസ്കി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. നാറ്റോയിൽ യുക്രൈനെ ചേർത്താൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാമെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഉക്രൈനിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തതിൻ്റെ 6 ഇരട്ടി പ്രദേശങ്ങളാണ് റഷ്യ ഈ വർഷം മാത്രം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരക്കണക്കിന് സൈനികരെയാണ് ഉക്രൈന് നിയോഗിക്കേണ്ടി വന്നത്. യുക്രൈൻ കൈവശമുള്ള ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ച് ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് തന്നെ 2000-ഓളം പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. നാറ്റോ സഖ്യത്തിലെ പ്രമുഖർ പലരും ഉക്രൈനും നാറ്റോയിൽ അംഗമാകുമെന്നും പറയുന്നുണ്ട്. എങ്കിലും അക്കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണയായിട്ടില്ല. ഇങ്ങനെയാണ് കരുതപ്പെടുന്നത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടും കഴിഞ്ഞ മാസം ഇക്കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു. നാറ്റോ സഖ്യത്തിൽ അംഗമായാൽ റഷ്യയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന കാര്യം തനിക്ക് കൂടുതൽ എളുപ്പമാകുമെന്ന് സെലൻസ്കി പലതവണ സൂചിപ്പിച്ചിരുന്നു. സെലൻസ്കി ഇക്കാര്യം ഉക്രൈൻ പാർലമെന്റിലും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ സെലൻസ്കി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതേസമയം റഷ്യ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങൾ അവർക്ക് ഔദ്യോഗികമായി വിട്ടു നൽകാൻ ഉക്രൈൻ സമ്മതിച്ചാൽ മാത്രമേ ഒത്തുതീർപ്പിന് തയ്യാറാകൂ എന്നാണ് പുതിന്റെ നിലപാട്. ഇത് സമാധാന ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കും. അപ്പോൾ പുതിന്റെ ഈ വമ്പൻ നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് തീർച്ചയായും കമന്റ് ചെയ്യൂ. ഇക്കാര്യത്തിൽ ആരുടെ പക്ഷത്താണ് ശരി? എന്തായാലും ഈ അറിവുകൾ തീർച്ചയായും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.